ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കോട്ടൺ കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന കുർത്ത സെറ്റുകളിൽ ഒരെണ്ണം മാത്രം ഒരു കോട്ടൺ ബ്ലെൻഡാണ്, ബാക്കിയെല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാട്ടോ. പിന്നെ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ആൻഡ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് മാർസിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വരുന്നത് ഗേൾ പവർ ആട്ടോ. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇന്ന് കാണിക്കുന്ന എല്ലാം കുർത്ത, പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. യോക്ക് പോർഷൻ ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് ഒക്കെ ഉണ്ട്. ചുറ്റും ഗോട്ടാപട്ടി ലേസ് വെച്ചിട്ടുണ്ട്. റൗണ്ട് നെക്കാണ്, 3/4 സ്ലീവ് ആട്ടോ. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗോട്ടാപട്ടി ലേസ് ഉണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണിത്. നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. അപ്പോൾ ഞാൻ മേടിച്ച മീഡിയം സൈസ് ആട്ടോ, എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇന്ന് കാണിക്കുന്ന എല്ലാ ഔട്ട്ഫിറ്റും ഞാൻ സൈഡിലിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഇതാണ് പാൻസ്. പാൻറ് വേറെ പ്രിൻറ്റിലാട്ടോ. ബാക്കിലാണ് എലാസ്റ്റിക്. പിന്നെ ഈ ഒരു സൈഡിലാട്ടോ പോക്കറ്റ് വരുന്നത്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡും ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളേ. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് മടക്കി അടിക്കാം. ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കുറേ വട്ടം യൂസ് ചെയ്യുമ്പോൾ നൂല് ഇവിടുന്ന് ഇങ്ങനെ വിട്ടുപോരും. ഇനി ഈ ഒരു കുർത്ത സെറ്റിൻ്റെ ലിങ്കിൽ വേറെ 2 കുർത്ത സെറ്റുകളും അവൈലബിൾ ആണ്. ഒന്ന് കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. ആൻഡ് മറ്റേത് കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാട്ടോ. രണ്ടും വേറെ വേറെ പ്രിൻ്റാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ഒന്നുമല്ല. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുർത്ത സെറ്റുകളാട്ടോ. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതും സ്ട്രെയിറ്റ് കുർത്ത സെറ്റാട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കോട്ടാപ്പട്ടി ലേസും ഉണ്ട് കേട്ടോ. പിന്നെ ഈ യോക്ക് പോർഷനിൽ ഒരു പടി വെച്ചിട്ടുണ്ട്. ചുറ്റും കോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയമാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇതാട്ടോ പാൻസ്. പാൻറ് വേറെ പ്രിൻറ്റിലാണ്. ബാക്കിലാട്ടോ എലാസ്റ്റിക് വരുന്നത്. ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, മടക്കി അടിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 664 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന കുർത്ത സെറ്റാണ്. സ്ട്രെയിറ്റ് കുർത്തയാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് വലിയ പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ലേസ് ഉണ്ട് കേട്ടോ. പിന്നെ യോക്ക് പോർഷനിലാണെങ്കിൽ വലിയ പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ലേസും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ലേസ്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയമാണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ഇതും നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. സ്ട്രെയിറ്റ് പാൻസ് ആണ്. ഇതാണ് ദുപ്പട്ട. നല്ല ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 836 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു എ ലൈൻ കുർത്ത സെറ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് നല്ല വീതിയിലുള്ള പടി വെച്ചിട്ടുണ്ട്. സെയിം പ്രിൻറ്റിൽ വരുന്ന പടി യോക്ക് പോർഷനിലും വെച്ചിട്ടുണ്ട്. എ ലൈൻ കുർത്തയാണ്. ഏറ്റവും അടിയിലും അത്യാവശ്യം നല്ല വീതിയിൽ പടി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്ത മീഡിയം സൈസാണ്. പക്ഷെ എനിക്ക് വന്നത് ലാർജ് ആട്ടോ. പക്ഷെ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ലൂസ് ഒന്നുമല്ല. നല്ല കറക്റ്റ് ഫിറ്റ് ആട്ടോ. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റാണ്. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. സ്ട്രെയിറ്റ് പാൻസ് ആട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പാൻസും എനിക്ക് നല്ല കറക്റ്റ് ആട്ടോ. ഇതാണ് ദുപ്പട്ട. ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 813 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാട്ടോ ഇത്. സ്ലീവ്സ് ആണെങ്കിൽ എൽബോ ലെങ്ത് ആണ്. ഇവിടെ പടി വെച്ചിട്ടുണ്ട്.
പിന്നെ ഇവിടെ ബട്ടൺസ് ഉണ്ട് കേട്ടോ. മാന്ത്രിൻ കോളറാണ്. ഈ 2 ബട്ടൺസ് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റും. ബാക്കി താഴെ വരെയുള്ള ബട്ടൺസ് ജസ്റ്റ് ഷോ ബട്ടൺസ് ആട്ടോ. ഇവിടം തൊട്ട് ഇങ്ങനെ ഓപ്പണിംഗ് ആണ്. എ ലൈൻ കുർത്തയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജോമെട്രിക് പ്രിൻ്റ് ആട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ് പ്ലെയിൻ ആണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഡ്രോ സ്ട്രിങ് ഉണ്ട് കേട്ടോ. നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വയ്ക്കാം. പാൻറ് പലാസോ ടൈപ്പാണ്. ഇതും നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് 831 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ എൻ്റെ മുന്നത്തെ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. മാന്ത്രിൻ കോളർ ആൻഡ് ഈ ഒരു യോക്ക് പോർഷനിൽ പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് ഷോ ബട്ടൺസ് ഉണ്ട്. ഇങ്ങനെ ക്ലോത്ത് കൊണ്ടുള്ള സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതും ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡ് ഞാൻ എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മുന്നത്തെ മീഷോ ഹോൾ വീഡിയോ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 793 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. 3/4 സ്ലീവാണ്. യോക്ക് പോർഷനിൽ പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി സീക്വൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ആൻഡ് മിറർ വർക്ക്സും ഉണ്ട്. ഫോയിൽ ടൈപ്പ് മിറേഴ്സ് ആട്ടോ. സ്ട്രെയിറ്റ് കുർത്തയാണ്. മുന്നേ കാണിച്ച കുർത്ത സെറ്റുകളെല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണെങ്കിൽ കുറച്ചൊരു ബ്ലെൻഡഡ് മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഇതും കുർത്തയുടെ പോലത്തെ മെറ്റീരിയലാട്ടോ. കുറച്ച് ഒരു ബ്ലെൻഡഡ് മെറ്റീരിയലാണ്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 579 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. പിന്നെ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഗോൾഡൻ പെയിൻറ് വരുന്നുണ്ട് ഈ ഒരു ഫ്ലവേഴ്സിൽ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ലേസും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നെക്കിലും പടി വെച്ചിട്ടുണ്ട് ആൻഡ് ലേസും ഉണ്ട്. വീനെക്കാണ്. സ്ട്രെയിറ്റ് കുർത്ത സെറ്റാട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇത് ഓഫ് വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ന്യൂഡ് കളർ ഇന്നർവേഴ്സ് ആട്ടോ സ്യൂട്ട് ആവുന്നത്. പിന്നെ ഞാൻ അത് പർച്ചേസ് ചെയ്ത എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഡ്രോ സ്ട്രിങ് ഉണ്ട്. നമുക്ക് വലിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വയ്ക്കാം. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. നല്ല ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം കേട്ടോ. എനിക്ക് കറക്റ്റാണ്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 893 റുപ്പീസിനാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.